നമസ്കാരം. 2023 കറണ്ട് അഫയേഴ്സ് സീരീസിലെ 9ാമത്തെ ക്ലാസ്സാണ് ഇന്നത്തേത്. കഴിഞ്ഞ 8 ക്ലാസ്സുകളിലായിട്ട് ജനുവരി ഫെബ്രുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട വസ്തുതകൾ നമ്മൾ ഏറെക്കുറെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് മുതൽ നമ്മൾ മാർച്ച് മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ് പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടി കാണുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു തുടർച്ച തീർച്ചയായിട്ടും കിട്ടും. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് കൂടി ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ കൂടി അംഗമാവുക. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയിലേക്ക് സ്വാഗതം. ശരി, 2023 മാർച്ചിൽ ഏതെങ്കിലും വിധത്തിൽ വാർത്താ പ്രാധാന്യം നേടിയ കേരള സർക്കാരിൻ്റെ വിവിധ പദ്ധതികളെ പരിചയപ്പെട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് വരാം. അതിൽ ആദ്യത്തേത് ഉന്നതി എന്ന കേരള സർക്കാർ പദ്ധതിയാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഉന്നതി. ആരുടെയൊക്കെയോ ഉന്നതിയാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? പട്ടികജാതി പട്ടികവർഗക്കാരുടെ സമഗ്രമായിട്ടുള്ള ഉന്നതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് ഉന്നതി. അപ്പോൾ കേരള സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പട്ടികവർഗക്കാർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള സമഗ്രമായിട്ടുള്ള പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ ഉന്നതി പദ്ധതിയാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള പരിശീലന നൈപുണ്യം നൽകുക പോലുള്ള കാര്യങ്ങളെല്ലാം ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഉന്നതി പദ്ധതി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേരള സർക്കാർ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് വേണ്ടി അവരുടെ ഉന്നമനത്തിന് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള പദ്ധതിയാണ് ഉന്നതി പദ്ധതി. 2023 മാർച്ചിൽ നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു കേരളത്തിൽ വന്നിരുന്നു. ആദ്യമായിട്ടാണ് രാഷ്ട്രപതി കേരളം സന്ദർശിക്കുന്നത്. ആ അവസരത്തിലാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അപ്പോൾ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ദ്രൗപദി മുർമു ആണെന്നും കൂടി മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പദ്ധതി ഊരുമിത്രം. ഊരുമിത്രം, അല്ലെ? പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഊരുമിത്രം എന്ന് പറയുന്ന പരിപാടിയും ആദിവാസി മേഖലകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ പദ്ധതി പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഇത് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പാണ്. കേരള സർക്കാർ എന്ന് പറയുമ്പോൾ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന നടത്തിവരുന്ന പദ്ധതിയാണ് ഊരുമിത്രം പദ്ധതി. ഇപ്പോഴാരംഭിച്ചാൽ കുറച്ചു കാലം മുമ്പെയുള്ള പദ്ധതിയാണ്. വീണ്ടും വാർത്തകളിൽ വന്നു. അതായത് ആദിവാസി മേഖലകളിലെ മാതൃശിശു മരണം കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കേരളത്തിലെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന പദ്ധതിയാണ് ഊരുമിത്രം പദ്ധതി. ഇതിന് വേറൊരു പേര് കൂടി പറയാറുണ്ട്, ഹാംലെറ്റ് ആശ. ഊരുമിത്രം പദ്ധതി അഥവാ ഹാംലെറ്റ് ആശ എന്ന് പറയുന്ന പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആദിവാസി മേഖലകളിലെ മാതൃശിശു മരണം അതിൽ കുറവ് വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഏത്? ഊരുമിത്രം പദ്ധതി അഥവാ ഹാംലെറ്റ് ആശ എന്നറിയപ്പെടുന്ന പദ്ധതി. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പദ്ധതി നവകിരണം, അല്ലെ? നവകിരണം പേരിൽ തന്നെ ചില കാര്യങ്ങളുണ്ട്. അതായത് വനമേഖലകളിൽ താമസിക്കുന്ന ആദിവാസി ഇതര വിഭാഗക്കാരുടെ, ആദിവാസി വിഭാഗക്കാരുടെ അല്ല, ആദിവാസി ഇതര വിഭാഗക്കാരുടെ പുനരധിവാസത്തിനു വേണ്ടിയിട്ടുള്ള കേരള സർക്കാർ പദ്ധതിയാണ് നവകിരണം പദ്ധതി. അപ്പോൾ നവകിരണം പദ്ധതി എന്ന് പറയുന്നത് വനമേഖലയിൽ താമസിക്കുന്ന ആദിവാസി ഇതര വിഭാഗക്കാരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ഏത്? നവകിരണം പദ്ധതി. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാന പദ്ധതി തൊഴിൽ തീരം പദ്ധതി. തൊഴിൽ തീരം, അല്ലെ? ആ പേരിലുണ്ട് തൊഴിൽ, തൊഴിലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ്. തീരം എന്ന് പറയുമ്പോൾ കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന അഭ്യസ്ത വിദ്യരായിട്ടുള്ള യുവതി യുവാക്കൾക്ക് തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള, തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് കേരള സർക്കാർ പദ്ധതിയാണ് തൊഴിൽ
തീരം അല്ലെ. അപ്പോൾ തൊഴിൽ തീരം പദ്ധതി തീരപ്രദേശത്ത് ഉള്ള, തീരപ്രദേശം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരളത്തിന് ഒരുപാട് തീരപ്രദേശമുണ്ട്. തീരപ്രദേശങ്ങളിലുള്ള അഭ്യസ്ത വിദ്യരായിട്ടുള്ള യുവതീ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ഏത് പദ്ധതി? തൊഴിൽ തീരം പദ്ധതി. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പദ്ധതിയിലോട്ട് വരാം. സാമൂഹിക നീതി ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് സ്നേഹസ്പർശം പദ്ധതി. കേരള സർക്കാർ പദ്ധതിയാണ് സ്നേഹസ്പർശം. ഈ സ്നേഹസ്പർശം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതെങ്കിലും സാഹചര്യത്തിൽ ചൂഷണത്തിന് വിധേയരായി അവിവാഹിത അവസ്ഥയിൽ അമ്മമാരായി പോയ വനിതകളുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള, അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സ്നേഹസ്പർശം പദ്ധതി. ഏതെങ്കിലും വിധത്തിൽ ചൂഷണത്തിന് വിധേയരായി അവിവാഹിത അവസ്ഥയിൽ തന്നെ അമ്മമാരായി പോയ വനിതകളുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള കേരള സർക്കാർ പദ്ധതിയാണ് സ്നേഹസ്പർശം പദ്ധതി. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പദ്ധതി ശ്രുതി തരംഗം പദ്ധതി. ഒരുപക്ഷെ അത് നിങ്ങൾക്ക് ആൾറെഡി അറിയാമായിരിക്കും അല്ലെ. ശ്രുതി തരംഗം പദ്ധതി എന്ന് പറയുന്നത് 5 വയസ്സിന് താഴെയുള്ള മൂകരും ബധിരരുമായിട്ടുള്ള കുട്ടികൾക്ക് കേൾവിശക്തി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ശ്രുതി തരംഗം പദ്ധതി അല്ലെ. കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെയൊക്കെ കേൾവിശക്തി തിരിച്ചു നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ശ്രുതി തരംഗം പദ്ധതി എന്ന് നമുക്കറിയാം. അപ്പൊ 5 വയസ്സിന് താഴെയുള്ള മൂകരും ബധിരരുമായിട്ടുള്ള കുട്ടികൾക്ക് കേൾവിശക്തി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ശ്രുതി തരംഗം പദ്ധതി. ഇത് വളരെ പണ്ടേ ഉള്ള പദ്ധതിയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച പദ്ധതിയാണ്. ഈ അടുത്ത കാലത്ത് ശ്രുതി തരംഗം പദ്ധതി സാങ്കേതികമായ ചില കാരണങ്ങൾ കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരു അവസ്ഥയിലോട്ട് വന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളൊക്കെ നടന്നു. എന്തായാലും പദ്ധതി ഇപ്പോൾ ലൈവാണ്. അപ്പൊ അങ്ങനെ വാർത്തകളിൽ വീണ്ടും വന്ന ഒരു പദ്ധതിയാണ് ശ്രുതി തരംഗം പദ്ധതി. അപ്പൊ അതെന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്, ഇനി വരുന്ന പരീക്ഷ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്, എൻ്റെ ഭൂമി പദ്ധതി. എൻ്റെ ഭൂമി പദ്ധതി അല്ലെ. പേര് കേൾക്കുമ്പോൾ അറിയാം ഏതെങ്കിലും വിധത്തിൽ ഭൂമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് കേരളത്തിലെ എല്ലാ വില്ലേജ് ഓഫീസുകളുടെയും റെക്കോർഡുകൾ, സർവേ റെക്കോർഡുകളൊക്കെ ഡിജിറ്റൽ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേരള സർക്കാരിന്റെ ഒരു സമഗ്ര പദ്ധതിയാണ് എൻ്റെ ഭൂമി പദ്ധതി അല്ലെ. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഭൂമിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പല ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ട സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ ആ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതിയാണ് എൻ്റെ ഭൂമി പദ്ധതി. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ. അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്? സേവനങ്ങൾ സ്മാർട്ട് ആകണം എന്ന ലക്ഷ്യത്തോടു കൂടി കേരളത്തിലെ എല്ലാ വില്ലേജുകളിലെയും റെക്കോർഡുകൾ ഡിജിറ്റൽ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേരള സർക്കാർ പദ്ധതിയാണ് എൻ്റെ ഭൂമി പദ്ധതി എന്ന് മനസ്സിലാക്കി വയ്ക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യത്തിലോട്ട് വരാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് പൂർണ്ണ ഇ സ്റ്റാമ്പിംഗ് സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ സംസ്ഥാനമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇ സ്റ്റാമ്പിംഗ് സംസ്ഥാനം ഏതാണ്? കേരളമാണ്. എന്താണ് ഇ സ്റ്റാമ്പിംഗ് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ ഭൂമി വാങ്ങുന്നു അല്ലെങ്കിൽ ഭൂമി വിൽക്കുന്നു. ഭൂമി വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും എന്ത് വേണം? മുദ്രപത്രങ്ങൾ വേണം അല്ലെ, സ്റ്റാമ്പ് പേപ്പർ വേണം. അപ്പോൾ ആ സ്റ്റാമ്പ് പേപ്പർ നമ്മൾ വാങ്ങിച്ച് അത് ഈ പറഞ്ഞ പ്രമാണമാക്കിയിട്ടൊക്കെയാണ് ഭൂമി വാങ്ങുകയോ വിൽക്കുകയൊക്കെ ചെയ്യുന്നത് അല്ലെ. അതായത് മുദ്രപത്രങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വസ്തു വാങ്ങുകയോ വിൽക്കുകയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫീസും കാര്യങ്ങളുമൊക്കെ നേരിട്ട് ഡിജിറ്റലായിട്ട് സർക്കാർ ഖജനാവിലോട്ട് പോകുന്ന ഒരു പദ്ധതിയാണ് ഏത്? ഇ സ്റ്റാമ്പിംഗ്. ഇ സ്റ്റാമ്പിംഗ്. അങ്ങനെ ഇന്ത്യയിൽ ആദ്യത്തെ ഇ സ്റ്റാമ്പിംഗ് സംസ്ഥാനമായിട്ട് മാറിയ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് കേരളമാണ് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ പരീക്ഷകളൊക്കെ എഴുതുന്ന ആൾക്കാരാണെങ്കിൽ ഈ പറഞ്ഞ ചോദ്യങ്ങളുടെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ പരീക്ഷയ്ക്ക് ഇപ്പോൾ കൂടുതലും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തോട്ട് വരാം. ഇനിയുള്ള പരീക്ഷകൾക്ക് ഈ ഭാഗത്ത് നിർബന്ധമായിട്ടും ഒരു ചോദ്യം ഉണ്ടായിരിക്കും. 101% ഉറപ്പാണ്. കേരള പൊതുജന ആരോഗ്യ നിയമം 2023.
കേരള പൊതുജന ആരോഗ്യ നിയമം 2023. എന്താണ് കേരള പൊതുജന ആരോഗ്യ നിയമം 2023? അതിലോട്ട് വരാം. നമുക്കറിയാം, ഒരു നിയമമാകുന്നത് എപ്പോഴാണ്? ഒരു ബില്ല് പാസ്സാവുമ്പോഴാണ്, അല്ലെ? ഒരു ബില്ല് ആദ്യം നിയമസഭയിലോ ലോക്സഭയിലോ എന്തായാലും പ്രതിനിധി സഭയിൽ എന്ത് ചെയ്യണം? ഒരു ബില്ല് അവതരിപ്പിക്കണം. ആ ബില്ല് പാസ്സാവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഒരു നിയമം ഉണ്ടാവുന്നത്. അപ്പോൾ പൊതുജന ആരോഗ്യ ബിൽ ആദ്യം അതാണല്ലോ. പൊതുജന ആരോഗ്യ ബിൽ കേരള നിയമസഭ പാസ്സാക്കിയത് എന്ന് ചോദിച്ചാൽ പൊതുജന ആരോഗ്യ നിയമമായിട്ട് മാറിയത് അല്ലെ? അപ്പോൾ കേരള പൊതുജന ആരോഗ്യ ബിൽ കേരള നിയമസഭ പാസ്സാക്കിയത് എന്ന് ചോദിച്ചാൽ 2023 2023 ഏത് മാസം? മാർച്ച് മാസം. 2023 മാർച്ച് മാസം 21 തീയതിയാണ് കേരള പൊതുജന ആരോഗ്യ ബില്ല് കേരള നിയമസഭ പാസ്സാക്കിയത്. അങ്ങനെ ഉണ്ടായ നിയമമാണ് കേരള പൊതുജന ആരോഗ്യ നിയമം 2023. പണ്ട് ഇങ്ങനെ സമഗ്രമായിട്ടുള്ള ഒരു നിയമം കേരളത്തിന് വേണ്ടിയിട്ട് ഇല്ലായിരുന്നു. 1939 മദ്രാസ് ഹോസ്പിറ്റൽ ആക്ട്, 1955 ട്രാവൻകൂർ കൊച്ചിൻ ആക്ട്, ഇങ്ങനെ 2 ആക്ടുകളാണ് ഉണ്ടായിരുന്നത്, 2 നിയമങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിന് പകരമായിട്ട് കേരള ഗവൺമെന്റ് കൊണ്ടുവന്ന പുതിയ നിയമമാണ് കേരള പൊതുജന ആരോഗ്യ നിയമം 2023. അപ്പൊ അവിടെ നല്ല ചോദ്യം ഇതാണ്, എന്താണ് കേരള പൊതുജന ആരോഗ്യ ബിൽ കേരള നിയമസഭ പാസ്സാക്കിയത് എന്നാണ്? 2023 മാർച്ച് 21. ഇനി അത് കഴിഞ്ഞിട്ട് ഈ നിയമത്തിന്റെ വലിയ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ത്രീലിംഗത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള, ഇന്ത്യയിൽ ആദ്യമായിട്ട് പൂർണ്ണമായും സ്ത്രീലിംഗത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നിയമമാണ് കേരള പൊതുജന ആരോഗ്യ നിയമം 2023. അപ്പൊ എങ്ങനെയാണ് പറഞ്ഞത്? ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും സ്ത്രീലിംഗത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നിയമമാണ് കേരള പൊതുജന ആരോഗ്യ നിയമം 2023. ഇത് പറയുമ്പോൾ തീർച്ചയായിട്ടും കൂട്ടുകാർക്ക് സംശയം വരും, എന്താണ് സ്ത്രീലിംഗത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നിയമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സാധാരണഗതിയിൽ നിയമത്തിലൊക്കെ ചില എന്തുണ്ടാവും? പോയിന്റുകൾ ഉണ്ടാവും, ചില നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ നിയമം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ആമുഖമായിട്ട് പറഞ്ഞിരിക്കും. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സ്ത്രീക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്. ഇപ്പോൾ ഹി എന്നുള്ള പദത്തിന് പകരമായിട്ട് എപ്പോഴും ഉപയോഗിച്ചിരിക്കുന്നത് ഷീ എന്നുള്ള പദമാണ്. സാധാരണഗതിയിൽ നിയമങ്ങളിലെല്ലാം ഹി എന്നുള്ള പദമോ ഹി ഓർ ഷീ എന്നുള്ള പദമോ ആണ് സാധാരണഗതിയിൽ ഉപയോഗിക്കാറുള്ളത്. പക്ഷെ ഈ നിയമത്തിൽ കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത് ഏത് പദമാണ്? സ്ത്രീക്ക് പ്രാധാന്യം കൊടുക്കുന്ന പദമാണ്. ഉദാഹരണത്തിന് ഈ നിയമത്തിൽ അധ്യക്ഷൻ എന്നൊരു വാക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റത്തില്ല. പകരം അവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് അധ്യക്ഷ എന്നായിരിക്കും. ഉപാധ്യക്ഷൻ എന്നൊരു വാക്ക് ഈ പറഞ്ഞ നിയമത്തിലുണ്ടെങ്കിൽ അത് കൊടുത്തിരിക്കുന്നത് ഉപാധ്യക്ഷ എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ പൂർണ്ണമായിട്ടും സ്ത്രീലിംഗത്തിൽ ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട നിയമമാണ് 2023 കേരള പൊതുജന ആരോഗ്യ നിയമം എന്ന് മനസ്സിലാക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഈ നിയമപ്രകാരം കേരളത്തിലെ പബ്ലിക് ഹെൽത്ത് ഓഫീസർ, അതിന്റെ അതോറിറ്റി, ആ അതോറിറ്റി എന്ന് പറയുന്നത് ആരായിരിക്കും എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. 2023 കേരള പൊതുജന ആരോഗ്യ നിയമപ്രകാരം കേരളത്തിലെ പബ്ലിക് ഹെൽത്ത് ഓഫീസർ ആരാണ് എന്ന് ചോദിക്കും. അത് ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ആയിരിക്കും. ആരായിരിക്കും? ആരോഗ്യ വകുപ്പ് ഡയറക്ടർ. അപ്പോൾ 2023 കേരള പൊതുജന ആരോഗ്യ നിയമപ്രകാരം കേരളത്തിലെ പബ്ലിക് ഹെൽത്ത് ഓഫീസർ ആരാണ് എന്ന് ചോദിച്ചാൽ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ആയിരിക്കും. ഇനി നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഈ നിയമപ്രകാരം ഇതിന്റെ നടത്തിപ്പ് 3 തലങ്ങളിലായിട്ടാണ്. ഈ പറഞ്ഞ പൊതുജനാരോഗ്യ നിയമത്തിലെ പ്രൊവിഷൻസ് അനുസരിച്ച് ഇതിന്റെ നടത്തിപ്പ് 3 തലങ്ങളിലായിട്ടാണ്. അതായത് സംസ്ഥാന തലം, ജില്ലാ തലം, പ്രാദേശിക തലം. അപ്പോൾ സംസ്ഥാന തലത്തിലും ഒരു സമിതി ഉണ്ടാവും,
ഉണ്ടാവും, ജില്ലാ തലത്തിലും ഒരു സമിതി ഉണ്ടാവും, പ്രാദേശിക തലത്തിലും ഒരു സമിതി ഉണ്ടാവും. അപ്പോൾ സംസ്ഥാന തലത്തിലെ സമിതിയുടെ അധ്യക്ഷ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ, അധ്യക്ഷൻ എന്ന് പറയില്ല, നിയമം അങ്ങനെയാണ്. അധ്യക്ഷ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ അത് ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരിക്കും. അപ്പോൾ 2023 പൊതുജന ആരോഗ്യ നിയമപ്രകാരം സംസ്ഥാന തലത്തിലുള്ള ആരോഗ്യ സമിതിയുടെ അധ്യക്ഷ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ അത് ആരായിരിക്കും? ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരിക്കും. ഉപാധ്യക്ഷ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ ആരോഗ്യ വകുപ്പ് സെക്രട്ടറി ആയിരിക്കും. ഇത് ഏത് തലത്തിലാണ്? സംസ്ഥാന തലത്തിൽ. ഇതുപോലെ ജില്ലാ തലത്തിലുള്ള ആരോഗ്യ സമിതിയുടെ അധ്യക്ഷ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. ആരായിരിക്കും? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. അപ്പോൾ 2023 കേരള പൊതുജന ആരോഗ്യ നിയമപ്രകാരം ജില്ലാ തലത്തിലുള്ള ആരോഗ്യ സമിതിയുടെ അധ്യക്ഷ ആരായിരിക്കുമെന്ന് ചോദിച്ചാൽ അത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. ഇനി അതിന്റെ എന്താണ് ഉപാധ്യക്ഷ? അതിന്റെ ഉപാധ്യക്ഷ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ ജില്ലാ തലത്തില് ജില്ലാ കളക്ടർ ആയിരിക്കും ഉപാധ്യക്ഷയായിട്ട് വരുന്നത്. ഇതുപോലെ പ്രാദേശിക തലത്തിൽ വരുമ്പോൾ ആരോഗ്യ സമിതിയുടെ അധ്യക്ഷ എപ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. പ്രാദേശിക തലത്തിൽ അത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. അതിന്റെ ഉപാധ്യക്ഷ എന്ന് പറയുന്നത് പഞ്ചായത്ത് തലത്തിലുള്ള മെഡിക്കൽ ഓഫീസർ ആയിരിക്കും അതിന്റെ ഉപാധ്യക്ഷയായിട്ട് വരുന്നത്. അപ്പോൾ പ്രാദേശിക തലത്തിൽ ആരാണ് അധ്യക്ഷ? അത് പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. ഉപാധ്യക്ഷ എന്ന് പറയുന്നത് ആ പഞ്ചായത്തിലെ ആരോഗ്യ വകുപ്പ് ഓഫീസർ ആയിരിക്കും, അതായത് മെഡിക്കൽ ഓഫീസർ ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ആരോഗ്യ സമിതികളുടെ അധ്യക്ഷയാര് ഉപാധ്യക്ഷയാര് എന്നുള്ള കാര്യം അവിടെ മനസ്സിലാക്കി വയ്ക്കണം. അപ്പോൾ 2023 പൊതുജന ആരോഗ്യ നിയമം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. 2021-22 ആർദ്ര കേരള പുരസ്കാരം 2023 പ്രഖ്യാപിച്ചു. 2021-22 ആർദ്ര കേരള പുരസ്കാരം 2023 പ്രഖ്യാപിച്ചു. അപ്പോൾ നമ്മൾ പറയുന്നത് 2021-22 കാര്യമാണെങ്കിലും ഇത് പ്രഖ്യാപിച്ചത് 2023 അപ്പോൾ 2021-22 ആർദ്ര കേരള പുരസ്കാരം അല്ലെ. അപ്പൊ ഈ ആർദ്ര കേരള പുരസ്കാരം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ആർദ്ര കേരള പുരസ്കാരം എന്ന് പറയുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ട മികവ് അതിനെ മുൻനിർത്തി കൊടുക്കുന്ന പുരസ്കാരമാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ ആരോഗ്യ മേഖലയിൽ കാണിക്കുന്ന മികവിനെ മുൻനിർത്തി കൊടുക്കുന്ന പുരസ്കാരമാണ് ഏത്? ആർദ്ര കേരള പുരസ്കാരം. അപ്പോൾ 2023 ആർദ്ര കേരള പുരസ്കാരം നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചു. അത് പ്രഖ്യാപിക്കുമ്പോൾ ഇങ്ങനെയാണ്: ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള 2021-22 ആർദ്ര കേരള പുരസ്കാരം ലഭിച്ചത് ഏത് ജില്ലാ പഞ്ചായത്തിനാണ് എന്ന് ചോദിച്ചാൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിനാണ്. ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള 2021-22 ആർദ്ര കേരള പുരസ്കാരം ലഭിച്ചത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിനാണ് അല്ലെ. ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞാൽ ഇനി അടുത്തത് ബ്ലോക്ക് പഞ്ചായത്തുണ്ട്. അപ്പൊ ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള 2021-22 ആർദ്ര കേരള പുരസ്കാരം ലഭിച്ചത് ഏത് ബ്ലോക്ക് പഞ്ചായത്തിനാണെന്ന് ചോദിച്ചാൽ മുളന്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിനാണ്. മുളന്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് ആർദ്ര കേരള പുരസ്കാരം അത് ലഭിച്ചത് കോഴിക്കോടിന്. അതുപോലെ ആർദ്ര കേരള പുരസ്കാരം ലഭിച്ച ഏതാണ്? ബ്ലോക്ക് പഞ്ചായത്ത് മുളന്തുരുത്തി. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത എന്താണ്? ഗ്രാമപഞ്ചായത്ത് അല്ലെ. 2021-22 ആർദ്ര കേരള പുരസ്കാരം ലഭിച്ച ഗ്രാമപഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാൽ പത്തനംതിട്ട ജില്ലയിലെ ചെന്നീർക്കര ഗ്രാമപഞ്ചായത്താണ്. ഏതാണ്? ചെന്നീർക്കര ഗ്രാമപഞ്ചായത്ത്. അതുപോലെ തന്നെ ആർദ്ര കേരള പുരസ്കാരം ലഭിച്ച കോർപ്പറേഷൻ, ആർദ്ര കേരള പുരസ്കാരം 2021-22 അത് ലഭിച്ച കോർപ്പറേഷൻ ഏതെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷനാണ്. ഏത് കോർപ്പറേഷനാണ്? തിരുവനന്തപുരം കോർപ്പറേഷൻ അല്ലെ. അതുപോലെ തന്നെ 2021-22 ഏറ്റവും മികച്ച മുനിസിപ്പാലിറ്റിക്കുള്ള ആർദ്ര കേരള പുരസ്കാരം ലഭിച്ചത് ഏത് മുനിസിപ്പാലിറ്റിക്കാണെന്ന് ചോദിച്ചാൽ പിറവം മുനിസിപ്പാലിറ്റിക്കാണ്.
പിറവം. പിറവം എന്ന് പറയുമ്പോൾ എറണാകുളം ജില്ലയിലെ മുനിസിപ്പാലിറ്റിയാണ്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ചോദ്യം വരും. ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ടതാണ് ഈ രണ്ട് ചോദ്യങ്ങളും. അപ്പൊ ഈ ഭാഗത്ത് നിന്ന് ചോദ്യം വരും. കേരള പൊതുജന ആരോഗ്യ നിയമം 2023, 2021-22 ആർദ്ര കേരള പുരസ്കാരം. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആർദ്ര കേരള പുരസ്കാരം ആരോഗ്യരംഗത്തെ മികവിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ് എന്ന് ഓർക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാവുമ്പോൾ ജില്ലാ പഞ്ചായത്തുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, പിന്നെ അത് കഴിഞ്ഞ് ഗ്രാമപഞ്ചായത്തുണ്ട്, പിന്നെ കോർപ്പറേഷൻ ഉണ്ട്, മുനിസിപ്പാലിറ്റി ഉണ്ട്. അപ്പൊ ആ പറഞ്ഞ 5 വിഭാഗത്തിലും ആർക്കാണ് പുരസ്കാരം കിട്ടിയതെന്ന് നിങ്ങൾ അറിഞ്ഞു വയ്ക്കണം. എന്നാൽ മാത്രമേ ഉത്തരം എഴുതാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ പറയുമ്പോൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് ഞാൻ ഇതിനോടൊപ്പം പറയുന്നുണ്ട്. നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന പ്രസ്താവന രീതിയിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, ആ കാര്യം മുഴുവൻ മനസ്സിലാക്കി വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം, ഒരു റിയാലിറ്റി ഷോയിലോട്ട് വരാം. ഹരിത വിദ്യാലയം. ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോ അല്ലെ, റിയാലിറ്റി ഷോകളുടെ കാലമാണ്. ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോ. ഈ ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോ സംഘടിപ്പിക്കുന്നത് ആരാണ്? അത് കൈറ്റ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. കൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസ രംഗവുമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് കൈറ്റ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് കൈറ്റിന്റെ പൂർണ്ണരൂപം. ഞാനിത് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നിങ്ങളിൽ ചിലർ LP അസിസ്റ്റന്റ്, UP അസിസ്റ്റന്റ് പരീക്ഷകൾ എഴുതുന്നവരായിരിക്കും. അപ്പോൾ അതിനവിടെ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കൈറ്റിന്റെ നേതൃത്വത്തില് സംഘടിപ്പിക്കുന്ന ഒരു റിയാലിറ്റി ഷോയാണ് ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോ. അതായത് നമ്മുടെ പൊതുവിദ്യാലയങ്ങളുടെ മികവ് ഉയർത്തുന്നതിനും അത് നിരീക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള റിയാലിറ്റി ഷോയാണ് ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോ. അപ്പോ പൊതുവിദ്യാലയങ്ങളുടെ മികവ് അത് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള റിയാലിറ്റി ഷോ, കൈറ്റ് സംഘടിപ്പിച്ച റിയാലിറ്റി ഷോ. ആ റിയാലിറ്റി ഷോയുടെ പേരെന്ത് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഹരിത വിദ്യാലയം. 2023 ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയിൽ 2023 ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയിൽ 1ാം സ്ഥാനത്തെത്തിയ സ്കൂള് വിദ്യാലയം ഏതാണെന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ഹൈസ്കൂൾ ഓടപ്പള്ളമാണ്. ഗവൺമെന്റ് ഹൈസ്കൂൾ ഓടപ്പള്ളം ഗവൺമെന്റ് ഹൈസ്കൂൾ വയനാട് ജില്ലയിലുള്ള ഒരു ഹൈസ്കൂളാണ്. ഏത്? ഓടപ്പള്ളം ഗവൺമെന്റ് ഹൈസ്കൂൾ. അപ്പോ 2023 വിദ്യാഭ്യാസ വകുപ്പ് അല്ലെങ്കിൽ കൈറ്റിന്റെ നേതൃത്വത്തിൽ ഹരിത വിദ്യാലയം എന്ന് പറയുന്ന റിയാലിറ്റി ഷോ സംഘടിപ്പിച്ചു. ആ റിയാലിറ്റി ഷോയിൽ കിരീടം നേടിയത്, വിജയിച്ചത്, ഒന്നാമതെത്തിയത് ഓടപ്പള്ളം ഗവൺമെന്റ് ഹൈസ്കൂളാണ്. ഓടപ്പള്ളം ഗവൺമെന്റ് ഹൈസ്കൂള് വയനാട് ജില്ലയിലാണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വിദ്യാലയങ്ങളുമായി പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുറിച്ച് പറയുമ്പോൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കേരള സ്കൂൾ എഡ്യൂക്കേഷൻ കോൺഗ്രസ് ആദ്യമായിട്ടാണ്, പ്രഥമ കേരള സ്കൂൾ എഡ്യൂക്കേഷൻ കോൺഗ്രസ്, അങ്ങനെ നമ്മൾ പറയുന്നത്, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ, പൊതുവിദ്യാഭ്യാസ രംഗത്തെ കുറച്ചുകൂടി മികച്ചതാക്കുക, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കും കാര്യങ്ങൾക്കുമായിട്ടാണ് കേരള സ്കൂൾ എഡ്യൂക്കേഷൻ കോൺഗ്രസ് ആദ്യമായിട്ട് സംഘടിപ്പിച്ചത്. ഇത് സംഘടിപ്പിച്ചത് SCERT ആണ്. SCERTയുടെ നേതൃത്വത്തിൽ കേരള സ്കൂൾ എഡ്യൂക്കേഷൻ കോൺഗ്രസ് ആദ്യമായിട്ട് സംഘടിപ്പിച്ചു. അത് സംഘടിപ്പിച്ചത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ, അത് കോവളത്താണ് സംഘടിപ്പിച്ചത്. അപ്പോ പ്രഥമ കേരള സ്കൂൾ എഡ്യൂക്കേഷൻ കോൺഗ്രസിന് വേദിയായത് കോവളമാണ്, തിരുവനന്തപുരം ജില്ല. സംഘടിപ്പിച്ചതോ SCERT ആണ്. SCERTയുടെ പൂർണ്ണ രൂപം എന്താണ്? സ്റ്റേറ്റ് കൗൺസിൽ അല്ലെ. S ഫോർ സ്റ്റേറ്റ് കൗൺസിൽ, C ഫോർ കൗൺസിൽ, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നുള്ളതാണ് SCERTയുടെ പൂർണ്ണ രൂപം. അപ്പോൾ ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോ അത് കൈറ്റ് സംഘടിപ്പിച്ചു.
പിന്നെ അത് കഴിഞ്ഞിട്ട് കേരള സ്കൂൾ എഡ്യൂക്കേഷൻ കോൺഗ്രസ് തിരുവനന്തപുരത്ത് വെച്ച് ആദ്യമായിട്ട് നടന്നു. അത് സംഘടിപ്പിച്ചത് SCERT, ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. കേരളത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ റോളർ സ്കേറ്റിംഗ് സിന്തറ്റിക് ട്രാക്ക് എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? കേരളത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ റോളർ സ്കേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ? ബൂട്ടിൽ ഈ പറഞ്ഞ ചക്രങ്ങൾ വെച്ച് ഇങ്ങനെ മുന്തി നീങ്ങുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ റോളർ സ്കേറ്റിംഗ് സിന്തറ്റിക് ട്രാക്ക് സ്ഥാപിതമായത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് പാലക്കാടാണ്. കേരളത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ റോളർ സ്കേറ്റിംഗ് സിന്തറ്റിക് ട്രാക്ക് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? പാലക്കാടാണ്. അതുപോലെ നല്ല ഒരു പോയിന്റാണ്, നല്ല ഒരു കാര്യമാണ്, മനസ്സിലാക്കി വെക്കണം. നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? കേരള സർക്കാരാണ് സ്ഥാപിച്ചത്. നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്താണ്. നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജ് എന്താണ് ഈ സ്ഥാപനത്തിന്റെ ഉദ്ദേശം? നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് തൊഴിലിനായിട്ട് വിദേശ രാജ്യങ്ങളിൽ പോകുന്നുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് വിദേശ ഭാഷാ പരിചയം, അതുപോലെ തന്നെ തൊഴിൽ പരിചയം, തൊഴിൽ പരിശീലനം അതൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ ആരംഭിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജ്. അത് എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കി വെക്കണം. തിരുവനന്തപുരത്താണ് നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജ് സ്ഥാപിക്കപ്പെട്ടത്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. കേരള ചലച്ചിത്ര അക്കാദമി. കേരള ചലച്ചിത്ര അക്കാദമി 4ാമത് അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രോത്സവം നടന്നു. അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രോത്സവം, ഇന്റർനാഷണൽ വിമൺ ഫിലിം ഫെസ്റ്റിവൽ ആരുടെ നേതൃത്വത്തിൽ നടന്നു? കേരള ചലച്ചിത്ര അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. എവിടെയാണ് നടന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. ആലപ്പുഴയിലാണ്. അപ്പോൾ കേരള ചലച്ചിത്ര അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ 4ാമത് അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രോത്സവത്തിന് വേദിയായത് ഏത് പട്ടണമാണെന്ന് ചോദിച്ചാല് അത് ആലപ്പുഴയാണെന്ന് മനസ്സിലാക്കുക. അപ്പോ പാലക്കാടുണ്ട് റോളർ സ്കേറ്റിംഗ്, അല്ലെ? നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജ് ഉണ്ട്, അത് തിരുവനന്തപുരം. അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രോത്സവം, 4ാമത് അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രോത്സവം കേരള ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിച്ചത് അതെവിടെയാണ്? അത് ആലപ്പുഴയിലാണ് എന്ന് ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട വേറൊരു ഭാഗത്തോട്ട് വരാം. 2023 മാർച്ച് 26 നമ്മുടെ പ്രസിദ്ധ ചലച്ചിത്ര താരം ഇന്നസെന്റ് മരണപ്പെട്ടത്, അല്ലെ? മുൻ MP കൂടിയായിരുന്നു. ആര്? ഇന്നസെന്റ് മരണപ്പെട്ടു 2023 മാർച്ച് 26 അല്ലെ? നമുക്കറിയാവുന്ന കാര്യമാണ്. ഇന്നസെന്റ് ഏത് ജില്ലക്കാരനാണ്? തൃശ്ശൂർ ജില്ലക്കാരനാണ്. തൃശ്ശൂരിലെ ഇരിങ്ങാലക്കുട എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം, അല്ലെ? അപ്പൊ തൃശ്ശൂരിലെ ഇരിങ്ങാലക്കുടയിലാണ് ഇന്നസെന്റിന്റെ ജന്മസ്ഥലം എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. 2023 മാർച്ചിൽ അദ്ദേഹം മരണപ്പെട്ടു. ഇനി അവിടെ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചലച്ചിത്രം, അദ്ദേഹം അഭിനയിച്ച ആദ്യത്തെ ചലച്ചിത്രം ഏത് എന്ന് ചോദിച്ചാൽ 1972 ആ സിനിമ വരുന്നത്, നൃത്തശാല. അപ്പോ സിനിമാ നടൻ ഇന്നസെന്റിന്റെ ആദ്യത്തെ ചലച്ചിത്രം ഏത് എന്നുള്ളൊരു ചോദ്യം ഒരിക്കലും കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് വരുന്ന ഒരു ചോദ്യമല്ല എന്ന് തോന്നും. പക്ഷേ ഇപ്പോ ഈ ചോദ്യത്തിനൊരു എന്തുണ്ട്? റെലവൻസ് ഉണ്ട്. അദ്ദേഹം മരണപ്പെട്ടത് ഈ സമയത്താണ്. അപ്പോൾ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കണം. അപ്പോൾ ചലച്ചിത്ര താരം ഇന്നസെന്റിന്റെ ആദ്യ മലയാള ചലച്ചിത്രം ഏത് എന്നുള്ളത് ഒരു പോയിന്റാണ്, നൃത്തശാല. അത് കഴിഞ്ഞിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1989 ഒരു സിനിമ വന്നായിരുന്നു, സത്യ അന്തിക്കാടിന്റെ ഒരു സിനിമ. അതാണ് മഴവിൽ കാവടി എന്ന് പറയുന്ന സിനിമ. 1989 ഏറ്റവും മികച്ച രണ്ടാമത്തെ നടനുള്ള പുരസ്കാരം ഇന്നസെന്റിന് നേടിക്കൊടുത്ത ചലച്ചിത്രം ഏതെന്ന് ചോദിച്ചാൽ മഴവിൽ കാവടിയാണ്. ആ മഴവിൽ കാവടിയിലെ അഭിനയത്തിനാണ് 1989 ഏറ്റവും മികച്ച രണ്ടാമത്തെ നടനുള്ള പുരസ്കാരം ഇന്നസെന്റിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ 2 ചലച്ചിത്രങ്ങളുടെ പേര് ഓർത്തു വെക്കുക. ഒന്ന് നൃത്തശാല, വേറൊന്ന് മഴവിൽ കാവടി. കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അത് കഴിഞ്ഞിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം,
2020 കേരള സാഹിത്യ അക്കാദമിയുടെ ഹാസ്യസാഹിത്യ പുരസ്കാരം നേടിയ ഒരു കൃതിയാണ് ഇരിങ്ങാലക്കുടയ്ക്ക് ചുറ്റും. ഈ കൃതി ആരാണ് രചിച്ചത് എന്ന് ചോദിച്ചാൽ അത് ഇന്നസെന്റ് ആണ്. 2020 കേരള സാഹിത്യ അക്കാദമിയുടെ ഹാസ്യസാഹിത്യ പുരസ്കാരം ലഭിച്ച കൃതിയാണ് ഇരിങ്ങാലക്കുടയ്ക്ക് ചുറ്റും. ഈ കൃതി രചിച്ചത് ഇന്നസെന്റ് ആണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇന്നസെന്റിന്റെ കാര്യം പറയുമ്പോൾ വളരെ പ്രസിദ്ധമായുള്ള ഒരു പുസ്തകമുണ്ട്. അദ്ദേഹം ക്യാൻസറിനെ സർവൈവ് ചെയ്ത ഒരാളാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ക്യാൻസർ വാർഡിലെ ചിരി. ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ക്യാൻസർ വാർഡിലെ ചിരി ആരുടെ പുസ്തകമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരുടെ പുസ്തകമാണ്? അത് ഇന്നസെന്റിന്റെ പുസ്തകമാണെന്ന് ഓർക്കുക. അപ്പോൾ ഇന്നസെന്റിന് ഒരു ട്രിബ്യൂട്ട് നിങ്ങൾ കൊടുക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. കേരള സർക്കാർ ദൃശ്യ മാധ്യമ രംഗത്ത് നൽകുന്ന ഏറ്റവും പരമോന്നതമായിട്ടുള്ള പുരസ്കാരം. കേരള സർക്കാർ ദൃശ്യ മാധ്യമ രംഗത്ത് നൽകുന്ന ഏറ്റവും പരമോന്നത പുരസ്കാരമാണ് ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. അപ്പോൾ കേരള സർക്കാർ ദൃശ്യമാധ്യമ രംഗത്ത് നൽകുന്ന ഏറ്റവും പരമോന്നതമായ പുരസ്കാരമാണ് ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. 2023 ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് അത് കിട്ടിയത് ആർക്ക് എന്ന് ചോദിച്ചാൽ അറിയപ്പെടുന്ന സിനിമാ സംവിധായകനും ടെലിവിഷൻ പ്രവർത്തകനുമായിരുന്ന ശ്യാമപ്രസാദിനാണ്. ആർക്കാണ്? ശ്യാമപ്രസാദ്. 2021 ഈ പറഞ്ഞ പുരസ്കാരം ആദ്യം കേരള സർക്കാർ നൽകുന്നത് ശശികുമാർ എന്ന് പറയുന്ന വളരെ മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. ഈ പുരസ്കാരം ആദ്യമായിട്ട് നേടുന്നത് ശശികുമാർ എന്ന് പറയുന്ന വളരെ മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാം, നമുക്കറിയാവുന്ന കാര്യമാണ്. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ടെലിവിഷൻ ചാനലാണ് ഏഷ്യാനെറ്റ് എന്നറിയാം. ആ ഏഷ്യാനെറ്റിന്റെ സ്ഥാപകനായിട്ടുള്ള ശശികുമാറിനാണ് ഈ പുരസ്കാരം ആദ്യം കിട്ടിയത്. എന്നാലും 2023 ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കിട്ടിയത് ശ്യാമപ്രസാദിനാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. നിങ്ങൾ കേരള ചരിത്രം പഠിക്കുന്നു. കേരള ചരിത്ര ഭാഗത്ത് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്. കേരള ചരിത്രത്തിലോട്ട് വെളിച്ചം പകരുക എന്ന ഉദ്ദേശത്തോടു കൂടി, കേരള ചരിത്രത്തിലോട്ട് കൂടുതൽ വെളിച്ചം പകരുക എന്ന ഉദ്ദേശത്തോടു കൂടി കേരള സർക്കാർ ഈ അടുത്ത കാലത്തായിട്ട് നെതർലാൻഡ് ഗവൺമെന്റുമായിട്ട് ഒരു പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വസ്തുതകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്. പോർട്ടുഗീസുകാർ ഇവിടെ വന്നിട്ടുണ്ട്, ഡച്ചുകാർ ഇവിടെ വന്നിട്ടുണ്ട്, അല്ലെ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ അവർക്കും അറിയാം. അപ്പൊ അങ്ങനെ കേരള ചരിത്രത്തിലോട്ട് കുറച്ച് കൂടുതൽ വെളിച്ചം പകരുക എന്ന ഉദ്ദേശത്തോടു കൂടി കേരള ഗവൺമെന്റ് ഒരു രാജ്യവുമായിട്ട് ഈ അടുത്ത കാലത്ത് ഈ പറഞ്ഞൊരു പദ്ധതിയിൽ ഒപ്പിട്ടു, അല്ലെങ്കിൽ ഒരു കരാറുണ്ടാക്കി. അപ്പൊ അതാണ് കോസ്മോസ് മലബാറിക്കസ് എന്ന് പറയുന്ന പദ്ധതി. കോസ്മോസ് മലബാറിക്കസ്. അപ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിലോട്ട് കൂടുതൽ വെളിച്ചം പകരുക എന്ന ഉദ്ദേശത്തോടു കൂടി കേരള സർക്കാർ ഒരു രാജ്യവുമായിട്ട് ഒരു കരാറിൽ ഒപ്പിട്ടു. ആ കരാറാണ് കോസ്മോസ് മലബാറിക്കസ്. ഈ കരാർ ഏത് രാജ്യവുമായിട്ടാണ് ഒപ്പിട്ടത് എന്ന് മനസ്സിലാക്കി വെക്കുക. നെതർലാൻഡ് ആണ്. നെതർലാൻഡിന്റെ വേറൊരു പേരുണ്ട് ഹോളണ്ട്. ഹോളണ്ടിലെ ആൾക്കാരെ നമ്മൾ പറയുന്നതാണ് ഡച്ചുകാർ, അല്ലെ? ഡച്ചുകാർ. അപ്പോൾ കേരള ചരിത്രത്തിലോട്ട് കൂടുതൽ വെളിച്ചം പകരുക എന്ന ഉദ്ദേശത്തോടു കൂടി കേരള ഗവൺമെന്റും നെതർലാൻഡ് ഗവൺമെന്റും കൂടി ചേർന്ന് നടത്തുന്ന ഒരു പരിപാടിയാണ് കോസ്മോസ് മലബാറിക്കസ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. കേരള ചരിത്ര ഭാഗത്ത് ഇവിടെ വേറൊരു ചോദ്യം ചോദിക്കാൻ കൊള്ളാം. 2023 214ാമത് ജന്മദിനം, 214ാമത് ജയന്തി ആഘോഷം ആരുടേതാണ് നടക്കുന്നത്? ഏത് സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെതാണ് നടക്കുന്നത് എന്ന് ചോദിക്കാം. എങ്ങനെയാണ്? 2023 214ാമത് ജയന്തി ആഘോഷങ്ങൾ ഏത് സാമൂഹ്യ നേതാവുമായി ബന്ധപ്പെട്ടാണ്, സാമൂഹ്യ പരിഷ്കർത്താവുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം, അല്ലെ? അപ്പോൾ 2023 200 കൊല്ലം പുറകോട്ട് പോകണം. ഏതാണ്ട് 1823 214 അപ്പൊ കുറച്ച് പുറകോട്ട് പോകണം. അങ്ങനെ നോക്കുമ്പോൾ 1809 വരും. 1809 ജനിച്ച കേരളത്തിലെ വളരെ പ്രസിദ്ധനായ
പ്രധാനമായുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? നിങ്ങൾക്കറിയാം, 1809 മാർച്ച് 12-നാണ് അദ്ദേഹം ജനിച്ചത്. വൈകുണ്ഠ സ്വാമികൾ എന്ന് മനസ്സിലാക്കി വെക്കുക. വൈകുണ്ഠ സ്വാമികൾ. അപ്പൊ അത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതല്ല, പക്ഷെ അതുകൂടെ അതിൻ്റെ കൂടെ ഓർത്തിരിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. നമ്മളിപ്പോൾ ഒരു സാമൂഹ്യ പരിഷ്കർത്താവിന്റെ കാര്യമാണ് പറഞ്ഞത്. എന്നാലും കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുവാണെന്ന് നമുക്കറിയാം. ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ ഒരു ഓപ്പൺ സർവകലാശാല സ്ഥാപിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല, അല്ലെ? കൊല്ലം കേന്ദ്രമാക്കി ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല നിലവിൽ വന്നതായിട്ട് നമുക്കറിയാം. അതിന്റെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരാണ്? നല്ല ചോദ്യമാണ്, ചോദിക്കാൻ കൊള്ളാം. ഇനി വരുന്ന പരീക്ഷകൾക്ക് ഉണ്ടാവും. ഈ അടുത്ത കാലത്ത് ചില പരീക്ഷകൾക്ക് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരെന്ന് ചോദിച്ചാൽ അത് മുബാറക് പാഷയാണ്. ആരാണ്? മുബാറക് പാഷ. മുബാറക് പാഷ. അത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി ഇതുപോലെ ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ് കേരള ഡിജിറ്റൽ സർവകലാശാല. കേരള ഡിജിറ്റൽ സർവകലാശാല നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാലയാണ് കേരള ഡിജിറ്റൽ സർവകലാശാല. കേരളത്തിലെ ഡിജിറ്റൽ സർവകലാശാലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാല എന്നറിയാം. കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് സജി ഗോപിനാഥാണ്. കുറച്ച് പഴയ കാര്യമാണ്. എങ്കിലും മുബാറക് പാഷയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ. അങ്ങനെയാണെങ്കിൽ സജി ഗോപിനാഥ് ആയിരുന്നു കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ. കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് മംഗലപുരം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. കഴക്കൂട്ടത്തിനും ആറ്റിങ്ങലിനും ഇടയ്ക്ക് ഒരു സ്ഥലമുണ്ട്. മംഗലപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഏത് കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ ആസ്ഥാനം തിരുവനന്തപുരത്ത്. അപ്പൊ അത് മനസ്സിലാക്കി വെക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായിട്ടും കടലാസ് രഹിത ഡിജിറ്റൽ ഹൈക്കോടതി ഏതാണ് എന്ന് ചോദിച്ചാൽ കേരള ഹൈക്കോടതിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കടലാസ് രഹിത ഡിജിറ്റൽ ഹൈക്കോടതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏത് ഹൈക്കോടതിയാണ്? കേരള ഹൈക്കോടതിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് വേറൊരു കാര്യം പഠിച്ചിരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രാദേശിക ഭാഷയിലെ ഉത്തരവുകൾ പുറപ്പെടുവിച്ച, ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രാദേശിക ഭാഷയിൽ ഉത്തരവുകൾ പുറപ്പെടുവിച്ച ഹൈക്കോടതി ഏതാണ് എന്ന് നമ്മൾ പഠിച്ചിരുന്നു. കേരള ഹൈക്കോടതിയാണ്, അല്ലെ? മാതൃഭാഷ ദിനവുമായി ബന്ധപ്പെട്ടാണ് ആ ഉത്തരവുകൾ ആദ്യമായിട്ട് പുറത്തിറക്കുന്നത്, അല്ലെ? അപ്പോൾ ആദ്യമായിട്ട് പ്രാദേശിക ഭാഷയിൽ ഉത്തരവുകൾ പുറത്തിറക്കിയ കേരള ഹൈക്കോടതി തന്നെയാണ് ആദ്യമായിട്ട് പൂർണ്ണമായിട്ടും കടലാസ് രഹിത ഡിജിറ്റൽ ഹൈക്കോടതിയായിട്ടും മാറിയത് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പൊ നമ്മൾ അവസാനം പറഞ്ഞു വന്നത് ഹൈക്കോടതിയുടെ കാര്യമാണ്. അപ്പൊ അവിടെ വേറൊരു കാര്യം കൂടി ഇപ്പോൾ പഠിച്ചു വെക്കാം. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അഭിഭാഷക, കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അഭിഭാഷക ആര് എന്ന് ചോദിച്ചാൽ, അഡ്വക്കേറ്റ് ആരെന്ന് ചോദിച്ചാൽ അത് പത്മ ലക്ഷ്മിയാണ്. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അഡ്വക്കേറ്റ് അഭിഭാഷക ആരെന്ന് ചോദിച്ചാൽ പത്മ ലക്ഷ്മിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ പഠിക്കാനായിട്ട് ഉദ്ദേശിച്ചത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഒരുപാട് കാര്യം നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യത്തിൽ പഠിക്കാം. പക്ഷെ അതിൽ ഏറ്റവും റെലവൻ്റ് ആയുള്ള കാര്യങ്ങൾ നോക്കിയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നോട്ടിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും പോലും വിട്ടുപോകാതെ പഠിക്കുക. ഇതിൻ്റെ ബാക്കി കാര്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.